ഹായ് നമസ്കാരം, ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ടച്ച് സ്വിച്ച് എങ്ങനെ മോസ്ഫെറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മോസ്ഫെറ്റ് 8N60 എന്ന് പറഞ്ഞ മോസ്ഫെറ്റാണ്. ഇതൊരു N ചാനൽ മോസ്ഫെറ്റാണ്. മോസ്ഫെറ്റ് രണ്ട് തരമുണ്ട്, N ചാനലും P ചാനലും. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം നമുക്ക്. ഇതിൻ്റെ ഒന്നാമത്തെ കണക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് 2, 3. ഒന്നാമത്തെ കണക്ഷൻ പറയുന്ന പേരാണ് ഗേറ്റ്, രണ്ടാമത്തെ കണക്ഷൻ ഡ്രെയിൻ, മൂന്നാമത്തെ കണക്ഷൻ സോഴ്സ്. ഇങ്ങനെയാണ് മോസ്ഫെറ്റിൻ്റെ കണക്ഷൻ വരുന്നത്. ഈ മോസ്ഫെറ്റും 2 4148 ഡയോഡും മാത്രമാണ് നമുക്ക് ഈ ഒരു സർക്യൂട്ടിന് ആവശ്യമുള്ളത്. ഇതുപയോഗിച്ച് നമ്മളൊരു 12 വോൾട്ട് ബൾബാണ് കത്തിക്കാൻ പോകുന്നത്, സ്വിച്ച് ചെയ്യിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്ര ഹെവിയായൊരു മോസ്ഫെറ്റ് 12 വോൾട്ടിൻ്റെ ബൾബാണിത്. അപ്പോൾ ഇത്രയും ഹെവിയായൊരു മോസ്ഫെറ്റ് 12 വോൾട്ട് സ്വിച്ച് ചെയ്യാൻ സാധാരണ ആവശ്യമില്ല. എൻ്റെ കയ്യിൽ ഉള്ളത് ഇതായിരുന്നു, അതുകൊണ്ടാണ് ഈ ഒരു മോസ്ഫെറ്റ് ഉപയോഗിച്ച് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് കണക്ഷൻ കൊടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ മോസ്ഫെറ്റിൻ്റെ സെൻട്രലിലെ കണക്ഷൻ, അതായത് ഡ്രെയിൻ കണക്ഷനിലേക്ക് നമ്മളൊരു പോസിറ്റീവ് കണക്ഷൻ സോൾഡർ ചെയ്യുകയാണ്. സെൻട്രൽ കണക്ഷനിൽ നമ്മളൊരു പോസിറ്റീവ് കണക്ഷൻ സോൾഡർ ചെയ്തു. അടുത്തതായി സോഴ്സ് കണക്ഷനിലേക്ക് ഒരു നെഗറ്റീവ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു വയർ കൂടി സോൾഡർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ സോഴ്സിന് ഒരു വയർ സോൾഡർ ചെയ്തു, ഡ്രെയിനും ഒരു വയർ നമ്മൾ സോൾഡർ ചെയ്തു. ഇനി ഈ സോഴ്സിന് കൊടുത്തത് നെഗറ്റീവ് കണക്ഷനിലേക്ക് പോകുന്ന വയറാണ്. ഈ നെഗറ്റീവ് കണക്ഷൻ നമ്മുടെ പവർ സപ്ലൈയുടെ, നിങ്ങൾ ബാറ്ററിയിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ബാറ്ററിയുടെ നെഗറ്റീവിന് കൊടുക്കുക, അഡാപ്റ്ററിലാണെങ്കിലും അതിൻ്റെ നെഗറ്റീവിന് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ കണക്ഷൻ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ബെഞ്ച് പവർ സപ്ലൈയിലേക്കാണ് ഈ ഒരു കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കാൻ നോക്കാം നമുക്ക്. ഇനി ഇതിൻ്റെ ഒന്നാമത്തെ പിന്ന് ഗേറ്റ് പിന്നിലേക്ക് നമ്മൾ ഈ 2 ഡയോഡ് കൂടി കൊടുക്കണം. ഈ ഡയോഡ് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കാഥോഡും ഒന്ന് ആനോഡുമായിട്ട് കണക്ഷൻ കൊടുക്കണം. അതായത് ഡയോഡിൻ്റെ വരയുള്ള ഭാഗമാണ് കാഥോഡ്, ആ കാഥോഡ് ഭാഗവും വരയില്ലാത്ത ഭാഗമായ ആനോഡ് ഭാഗവും തമ്മിൽ കണക്ഷൻ കൊടുക്കുക. ഈ കണക്ഷൻ മോസ്ഫെറ്റിൻ്റെ ഗേറ്റിലേക്കാണ് നമ്മൾ സോൾഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഡയോഡ് ഫോർവേഡ് ബയാസിലും ഒരു ഡയോഡ് റിവേഴ്സ് ബയാസിലുമാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് ഗേറ്റിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ്. അത് മോസ്ഫെറ്റിൻ്റെ ഗേറ്റിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ സോഴ്സിൽ കൊടുത്ത നെഗറ്റീവ് കണക്ഷൻ പവർ സപ്ലൈയുടെ നെഗറ്റീവിലേക്ക് കൊടുക്കുകയാണ്. ഈ പോസിറ്റീവ് കണക്ഷനിലേക്ക് ബൾബിൻ്റെ ഒരു കണക്ഷൻ കൊടുക്കുകയാണ്. ബൾബിൻ്റെ രണ്ടാമത്തെ കണക്ഷൻ നമ്മൾ പവർ സപ്ലൈയുടെ പോസിറ്റീവിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കണക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞു. മോസ്ഫെറ്റിൻ്റെ ഗേറ്റിലേക്ക് ഡയോഡ് കൊടുത്തു. സെൻട്രൽ കണക്ഷൻ, അതായത് ഡ്രെയിൻ കണക്ഷൻ ബൾബിലേക്ക് കൊടുത്തു. ബൾബിൻ്റെ മറ്റേ കണക്ഷൻ പവർ സപ്ലൈയുടെ പോസിറ്റീവിലേക്ക് കൊടുത്തു. സോഴ്സ്, അതായത് നെഗറ്റീവ് കണക്ഷൻ പവർ സപ്ലൈയുടെ നെഗറ്റീവിലേക്ക് കൊടുത്തു.
ഇപ്പോൾ സർക്യൂട്ട് പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കണക്ഷനിൽ ടച്ച് ചെയ്യുമ്പോൾ ബൾബ് ഓണാവും, ഒരു കണക്ഷനിൽ ടച്ച് ചെയ്യുമ്പോൾ ബൾബ് ഓഫാവും. ഇപ്പോൾ ഓഫ് കണ്ടീഷനിലാണുള്ളത്. നമുക്ക് പവർ സപ്ലൈ ഒന്ന് ഓഫ് ചെയ്തിട്ട് നോക്കാം. പവർ സപ്ലൈ ഓൺ ചെയ്തു. ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. ഓണായി, ഓഫായി. ഇതിന് ഒരു പോയിൻറ്റിൽ തന്നെ നമുക്ക് ടച്ച് ചെയ്ത് ഓണും ഓഫും ചെയ്യിക്കണമെങ്കിൽ ഈ ടച്ച് മോഡ്യൂളുകൾ ഓൺലൈനിലും ഒക്കെ കിട്ടാനുണ്ട്, മാർക്കറ്റിലൊക്കെ കിട്ടാനുണ്ട്. അത് വെച്ച് നമുക്ക് കണക്ഷൻ കൊടുത്താൽ ഇത് ഒരു ടച്ചിൽ തന്നെ ഒരു പോയിൻറ്റിൽ ഓണും ഓഫും ചെയ്യിക്കാം. അതേപോലെ തന്നെ നമുക്ക് വലിയ വലിയ ഡിവൈസുകളൊക്കെ കൺട്രോൾ ചെയ്യാം. ഇതുകൊണ്ട് ഈ ബൾബിന് പകരം ഇതേ കണക്ഷനിൽ ഒരു റിലേ കണക്ട് ചെയ്താൽ എത്ര വലിയ ലോഡും നമുക്കിത് ഉപയോഗിച്ച് ഓൺ ഓഫ് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.